ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. എത്ര കഴിച്ചാലും മടുക്കാത്ത പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ്. എത്രയും നന്നായിട്ട് കുതിർക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടും നമ്മുടെ ഈ പലഹാരം റെഡിയായി കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാദാ പച്ചരിയാണ്. റേഷൻ പച്ചരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലെ കുതിരാനുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പഞ്ചസാര ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരം ഇനി നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ച് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഈ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് ഒരുപാട് നേരം അരക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്ന രീതിക്ക് അനുസരിച്ച് ഈ മുട്ട നേരത്തെ തന്നെ പച്ചരിയുടെ കൂടെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് നമ്മൾ എണ്ണയിലൊക്കെ ഒഴിക്കുമ്പോൾ പതയായിട്ട് അങ്ങ് പൊങ്ങി വരും ഈ മാവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലാസ്റ്റായിട്ട് പച്ചരി അരച്ചതിന് ശേഷം മാത്രം ഇത് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്ത മാവ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഈ മാവ് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവുകയും ചെയ്യരുത്, എന്നാൽ നല്ല ലൂസും ആവരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കയ്യിൽ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ആ ഒരു കയ്യിലിൻ്റെ 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ തന്നെ നേരിട്ട് എണ്ണയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പരന്ന് ഒരു ഷേപ്പും ഇല്ലാതെ പോകും. ഇതൊരു പകുതിയോളം വെന്തൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇതൊന്ന് ചരിച്ചിട്ട് കൊടുത്താൽ മതി, നന്നായിട്ട് ഇളകി വരും. ഈ ഒരു കയ്യിൽ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോഴാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടുന്നത്. ചൂടാവുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. ഇനി അഥവാ ആ ഒരു സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്താലും മതി. പിന്നെ അഥവാ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം വെന്ത് കിട്ടുകയും ചെയ്യും. അത് ചരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വിട്ടു പോവുകയില്ല. ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കയ്യിലിൻ്റെ ഉള്ളിലുള്ളതും ഇളവി വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അതും ഇതേപോലെ തന്നെ കുറച്ചൊന്ന് വെന്ത് കിട്ടുമ്പോൾ അത് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ കോരി മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. പച്ചരി ഒന്ന് കുതിരാൻ വെക്കുന്ന ടൈമേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ സ്പോഞ്ച് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.